ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്താണ് വന്നിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് അകത്ത് നല്ല വെളിച്ചക്കുറവുണ്ട്, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർത്തിയുടെ നമുക്ക് ഒരു ഇപ്പോൾ ബിഗിനേഴ്സിനെ പോലെ നമുക്ക് സംശയങ്ങളാണോ, പല സംശയങ്ങളാണ്. എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മെഷർമെൻറ്റ് വരും. അതെന്നോട് എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് കിട്ടും അതുപോലെ ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരുവിധം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ശരിക്കുള്ള ആ ഒരു മെഷർമെൻറ്റുകൾ ഫുള്ളായിട്ട് വീഡിയോകൾ ചെറിയ ചെറിയ വീഡിയോ ആക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ ബേസിക്കായിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഒരു കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും ആ കുർത്തിയുടെ ആ കുർത്തി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, നോർമലുള്ള നമുക്കൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതായത് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തി നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് അത് എളുപ്പമായിരിക്കും. ഒറ്റ ഇതിൽ തന്നെ പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അത് ആ വീഡിയോ ലെങ്ത് ആകുമ്പോഴേ നമ്മൾ ചെറുതാക്കും. അത് ചിലപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ വേസ്റ്റ് പോലത്തെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് ആദ്യം ഇതിൽ പഠിക്കുക, എന്നിട്ട് നല്ല തുണിയിൽ നിങ്ങൾ ചെയ്ത് പഠിച്ച് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ തയ്ച്ച കുർത്തിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് ചെയ്തു ഞാൻ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാനാന്ന് മാത്രം. അപ്പോൾ അതായത് ഇതുപോലെ ഈ തുണി എടുക്കുക. 2.5 മീറ്റർ തുണിയുള്ളൂ അതിൽ. അപ്പോൾ നമ്മുടെ അളവുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അളവ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അന്നാ എടുത്ത അളവ് തന്നെയാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് നോക്കാം കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ തുണി, കറക്റ്റ് 2.5 മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കാൻ നോക്കുകയാണ് കേട്ടോ. അതെ, ഈ 2 ഭാഗം ഈ ഫോൾഡ് ഒരുപോലെ വെച്ച് കണ്ടില്ലേ, ഇതുപോലെ വെച്ച് ഈ ഒരു രീതിയിൽ നമ്മളിത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ പറയുന്നതല്ലായിരുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുക, 4ആയിട്ട് മടക്കി വയ്ക്കുക. അടിയിൽ ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത മെഷർമെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് മടക്കി വെച്ചിരിക്കുന്നത്, മനസ്സിലായല്ലോ. 4ആയിട്ട് മടക്കി വെച്ച് ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റുകൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സ്ലീവ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ലീവ് ഈ 2.5 മീറ്ററിൽ നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ സൈഡിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നമുക്ക് വലിയൊരു സ്ലീവ് ഇതിന് കിട്ടില്ല, 2.5 മീറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ആ തുണിയിൽ നമുക്ക് ചെറിയൊരു സ്ലീവ് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഒരു 2.75 നമ്മൾ എടുക്കണം മീറ്റർ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 2.5 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കതിൻ്റെ ഫുൾ ലെങ്ത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫുൾ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത് ഇതിപ്പോൾ 2.5 മീറ്റർ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഈ തുണി എടുക്കുന്നുണ്ട് അതിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് 42 ആണെങ്കിൽ 42 എടുക്കാം. ഞാനൊരു 46 ഇഞ്ചസിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് കേട്ടോ. താഴേക്ക് അളന്ന് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഞാൻ അളന്ന് വെച്ച അളവ് അറിയാമല്ലോ. ഷോൾഡർ ഞാൻ അതിൽ 7 ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 0.5 കൂട്ടിയിട്ട് 7.5 ആണ് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ആ ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം ആം ഹോൾ ഡെപ്ത്ത് 7.5 തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ വേറെ ഒരു കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്ത് അതിനനുസരിച്ച് തന്നെ ആ ഒരു അളവ് തന്നെ നമ്മൾ ആം ഹോൾ എടുക്കാം കേട്ടോ. എല്ലാവരുടെ കാര്യത്തിലും ചിലപ്പോൾ സെയിം ആയെന്ന് വരില്ല, എന്നാലും മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും ശരി. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത് വരച്ചു കൊടുത്തു കേട്ടോ. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറയുന്നതിലേറെ. നമ്മൾ ഇനി ചെസ്റ്റ് മെഷർമെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം ഞാൻ പറഞ്ഞു അതിൽ എടുത്തു വെച്ചിരിക്കുന്നത് 21.75 അതിൻ്റെ പകുതി കണ്ടില്ലേ. 10.75 വരുന്നത്, 10.87 വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചെസ്റ്റിൻ്റെ 4 ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കണ്ടോ. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. 2 വേണമെങ്കിൽ 2 കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ആ ഒരു കോർണറിൽ നമുക്കൊരു ഷേപ്പ് വരയ്ക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് ഞാനിതുപോലെ കോർണറിൽ നിന്ന് അടയാളപ്പെടുത്തി നമുക്കവിടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് നമ്മളൊരു ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടി അവിടെ മാറ്റിയിട്ടു കണ്ടോ. ബാക്കി ഭാഗം അവിടെ നിന്ന് ബാക്കി വന്ന ആ ഭാഗമല്ലേ, ആ ഭാഗത്തുനിന്ന് നമ്മൾ അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. കണ്ടോ, ആ ആം ഹോൾ ഡെപ്തിൻ്റെ പകുതി നമ്മൾ എടുക്കുക. 1/2 ഇഞ്ച് കഴിച്ചിട്ട് കേട്ടോ. അതിൻ്റെ പകുതി എടുത്ത് നമ്മൾ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക കേട്ടോ.
സെൻറ്റർ അടയാളപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ കോർണറിലേക്ക് കോർണറിൽ നിന്ന് എടുത്തു വെച്ചിട്ടില്ലേ, അവിടേക്ക് നമ്മളിത് ഇതുപോലെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആം ഹോൾ റൗണ്ട് ഞാൻ അതിൽ നിന്ന് അളന്നെടുത്ത് വെച്ച അളവാണ് 18. 18ൻ്റെ പകുതി 9 ഇഞ്ച്. അത് നമുക്ക് 9 ഇഞ്ച് നമ്മളിങ്ങനെ അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് അളന്ന് നോക്കുക. ഒരു 1/2 ഇഞ്ച് മുന്നിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം. ഞാനിപ്പോൾ ഇതിലൊരു 1/2 ഇഞ്ച് കണ്ട മുന്നിലോട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യണ ഭാഗമല്ലേ, കട്ട് ചെയ്ത് പോയി അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കണ്ട, അപ്പോൾ എനിക്ക് കറക്റ്റ് 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 9 ഇഞ്ച് കിട്ടുമ്പോൾ കറക്റ്റ് 9 ഇഞ്ച് നമുക്ക് കിട്ടണം. ആ കിട്ടുമ്പോഴാണ് നമ്മുടെ ആം ഹോളിന് കൊടുത്ത ആ ഡെപ്തില്ലേ, ആ നീളം അത് കറക്റ്റ് ആവണം. അത് 9 ഇഞ്ച് ഇതേ ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ കിട്ടുന്ന അളവാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഡെപ്ത് 7.5 കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 9 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ ആ ഒരു ഇത്. നമുക്കപ്പോൾ ആ അളവ് കറക്റ്റാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് വേസ്റ്റിൻ്റെ അളവാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡൾട്ടിനൊക്കെ ഒരു 14 ഇഞ്ചാണ് വരിക. ഇപ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് ഒരു 15 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷോൾഡറിൽ നിന്ന് താഴോട്ട് ലെങ്ത്ത്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർ 14 ഇഞ്ച് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ 10 12 ഒക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഞാനൊരു 15 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 18 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അത് നമ്മൾ ആദ്യം ചുരിദാറിൽ നിന്ന് അളന്നെടുത്താണ്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. നമ്മൾ നേരത്തെ ചെസ്റ്റിന് കൂട്ടില്ലേ അതുപോലെ. അപ്പോൾ നമ്മളിവിടെ 9 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചു. അതിനുശേഷം 1.5 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കട്ടോ. ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് കൊടുത്തെടുക്കുക. മനസ്സിലായല്ലോ, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കുക. എൻ്റെ അതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാട്ടോ ഈ 2 പോയിൻറ്റ്സ്. ഇപ്പം നമുക്ക് ചെസ്റ്റ് കിട്ടി, വേസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ഹിപ്പാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഒരു സ്ലിറ്റൊക്കെ നമ്മൾ തുടങ്ങില്ലേ ആ ഒരു ഭാഗം, അതാണ് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്ത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 20.5. ഞാൻ ആ ഒരു മെഷർമെൻറ്റിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ അളവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അളവ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20.5 ഞാനിതുപോലെ ഒരു വരച്ചു കൊടുത്തു കേട്ടോ. ഇനി അതിന് ശേഷം ഹിപ്പിൻ്റെ വൈഡ് കാണാം, നമുക്ക് അവിടുത്തെ ആ വണ്ണം കാണണം. അപ്പോൾ 22 ഇഞ്ചാണ് നമുക്ക് ആ ചുരിദാറിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് 11 ഇഞ്ച്. അപ്പോൾ 11 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. അവിടെ അധികം 1.5 ഇഞ്ച് കൊടുക്കരുത്. കാരണം നമുക്ക് അവിടെ തുണി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സ്ലിറ്റ് വരുമ്പോൾ അവിടെ തുണി കട്ടായിട്ട് കിടക്കുമ്പോൾ അവിടെ സ്ലിറ്റ് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അവിടെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമ്മളിതിവിടെ 1 ഇഞ്ച് കൊടുത്തു കേട്ടോ. അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. കണ്ടോ, അപ്പോൾ വേസ്റ്റും ഹിപ്പും കണക്ട് ചെയ്ത് വരച്ചല്ലോ. ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വീഡിയോയിൽ എൻ്റെ ഫുള്ളായിട്ട് ലെങ്ത്ത് വരില്ല. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ മടക്കരുത്. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ബോട്ടത്തിൻ്റെ ഭാഗം വരില്ല, നമ്മൾ ബോട്ടം വളർന്നു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആ ബോട്ടത്തിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് 27 ഇഞ്ചാണ് നമ്മൾ ആ ചുരിദാറിൽ നിന്ന് അളന്നെടുത്തത്. അതിൻ്റെ പകുതിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ ഇവിടെ. അപ്പോൾ അത് നമ്മൾ കിട്ടി വെച്ചിട്ടുണ്ട്. 13.5 ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനവിടെ 13.5. അപ്പോൾ ഇതിലെങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. എന്നിട്ട് ആ മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നതും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. മനസ്സിലായല്ലോ. ഇനി ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി നിങ്ങളുടെ ഇതുപോലെ. അപ്പോൾ ഞാനിതിലൊരു കർവ് സ്കെയിൽ വെച്ചിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കണതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടിയും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടില്ല, നമുക്കവിടെ ഒരു കുഴിച്ച് വരയ്ക്കണം, അല്ലെങ്കിൽ ആ ഭാഗം കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ടേപ്പ് കൊണ്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ടേപ്പിൽ നിന്ന് മുന്നോട്ടൊന്ന് വരച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ, ഒരു 1/2 ഇഞ്ച് മതി. ഒരു 1/2 ഇഞ്ച് നമ്മൾ മുന്നോട്ട് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ചെരിഞ്ഞ ലൈൻ നമുക്ക് കിട്ടും. ആ ഒരു ചെരിഞ്ഞ ലൈനിലേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുഴിച്ച് വരയ്ക്കുന്നത് 1 ഇഞ്ചിലാണ് വരിക. കണ്ടോ, 1 ഇഞ്ച്. നേരത്തെ ഞാൻ 1.5 ഇഞ്ചല്ലേ ബാക്ക് ആം ഹോളിന് എടുത്തത്. ഇത് 1 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് എൻ്റെ നെക്കിൻ്റെ വൈഡ് എനിക്ക് കിട്ടേണ്ടത് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ 3.5 ഇഞ്ച് എടുക്കണുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ക്യാൻവാസ് ആണെങ്കിൽ മാത്രം നമുക്ക് 4 ഇഞ്ച് എടുക്കാം. നമ്മൾ തുണി വെച്ച് മറച്ചിട്ടാണ് ജസ്റ്റ്. അപ്പോൾ 3.5 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ 4 തയ്ച്ച് വരുമ്പോൾ നമുക്ക് 4 ആയിക്കോളും.
മനസ്സിലായല്ലോ. അത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് എടുക്കണമല്ലോ കേട്ടോ. അത് ഞാനിപ്പോൾ പറയണില്ല. തുണി അത് ലാസ്റ്റ് ഞാൻ തുണി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടൊന്ന് മാത്രം കേട്ടോ. 4 ഇഞ്ചാണ് എൻ്റെ ലാസ്റ്റ് വരേണ്ടത്. പക്ഷേ 3.5 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ, അറിയാലോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിലേക്ക് നമ്മളിത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാനാണ്. എല്ലാവരും ഷോൾഡറിന് ഒരു ചെറിയ ചെരിവുണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ആം ഹോളിൽ കൂടെ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ദേ ഞാൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ? ഇത് കട്ട് ചെയ്ത് വെച്ചു. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ല. ആ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ചെരിവില്ലേ, അത് നമ്മൾ ഒന്ന് ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, സ്ലീവ് നമുക്ക് താഴെ നിന്ന് കിട്ടില്ല, ഈ ഒരു സൈഡിൽ നിന്നാണ് കിട്ടുള്ളൂ. ചെറിയൊരു സ്ലീവാണ് ഞാൻ ഇതിന് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചെറിയൊരു സ്ലീവ്, ഇതിലിപ്പോൾ 3/4 സ്ലീവ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇതൊരു ബേസിക് വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നില്ല. ചെറിയൊരു സ്ലീവ് വെച്ചിട്ട് ചെയ്തുതരാം. 3/4 സ്ലീവ് നമുക്ക് ഇതിന് അഡ്ജസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സാധാരണ ഒരു സ്ലീവാണ് പറയണുള്ളൂ. അതിൽ ഞാനിപ്പോൾ സ്ലീവിന് ഒരു 9 ഇഞ്ച് ലെങ്ത്ത് കിട്ടും കണ്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ എനിക്കൊരു 3/4 സ്ലീവ് കിട്ടും. പക്ഷേ ഞാനൊരു 9.5 ഇഞ്ചിൻ്റെ സ്ലീവ് മാത്രമേ ഞാനിതിൽ കാണിക്കണുള്ളൂ. അത്രയും ലെങ്ത്ത് ഇതിന് വരുന്നുള്ള സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുന്ന രൂപത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡഡ് സൈഡ് ആവണം കേട്ടോ. നമ്മളെപ്പോൾ സ്ലീവിന് വെക്കുമ്പോഴും ഈ ഒരു ഭാഗം ഫോൾഡഡ് സൈഡ് ആവണം കണ്ടോ. അപ്പോൾ അതാ ഇതുപോലെ വെച്ചു. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വെച്ചു. ഞാനപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്, അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാനൊന്ന് എൻ്റെ പൊസിഷനൊന്ന് മാറ്റി വയ്ക്കേണ്ടത് നിങ്ങൾക്കത് ഇതാവാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു നമ്മുടെ കുർത്തിയിൽ നിന്ന് അളവ് കുർത്തിയിൽ നിന്ന് നമ്മളിത് ഇതുപോലെ ഒരു അളവെടുക്കാനുണ്ട്. ആ ഒരളവ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ പോവാണ്. ഒരു സ്കെയിൽ എടുക്കുക. നമ്മളിത് ഈ ഒരു ഭാഗം എടുക്കാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ, ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഷോൾഡറിൻ്റെ വരെ ഉള്ളൊരു ഗ്യാപ്പ് കണ്ടോ. അത്രയും ഗ്യാപ്പ് വീഡിയോയിൽ കണ്ടല്ലോ. ആ ഗ്യാപ്പിൽ എത്ര അളവുണ്ടോ നോക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 3.25 അതാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നമുക്കൊരു തയ്യൽ വരില്ലേ, ആ ഒരു ഭാഗം വരെ കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അളവെടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ 3.25. അപ്പോൾ അതിനെ ക്യാപ്പ് ഹൈറ്റ് അങ്ങനെയാണ് നമ്മൾ അളന്നെടുക്കുക കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് അളന്നെടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ക്യാപ്പ് ഹൈറ്റ് അളന്നെടുക്കുക. അപ്പോൾ ഞാൻ 3.25 എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ 3.25 ഇത് സ്ലീവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട്, ഇപ്പോൾ എനിക്ക് 12 വരുന്നത്. അപ്പോൾ സ്ലീവ് നമ്മൾ ആ കടത്തുന്ന ഭാഗമില്ലേ, അത് 12ൻ്റെ പകുതി 6 വരിക. ഇനി നമുക്ക് അടുത്തതായിട്ട് എനിക്ക് വേണ്ട അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആം ഹോൾ റൗണ്ട്, നമ്മൾ എടുത്തു വെച്ചൊരു ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞൊരു ഇതില്ലേ, അത് അതിൻ്റെ പകുതി വേണം കേട്ടോ, 9. ഈ 3 അളവുകളും നമുക്ക് വേണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഈ പൊസിഷനിൽ എങ്ങനെയാണ് സ്ലീവിൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ വെച്ചു കേട്ടോ. തിരിച്ച് വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഇത് വന്ന കാരണം ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വെച്ചുട്ടാ. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപ്പ് ഹൈറ്റ് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ 9.5 ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ക്യാപ്പ് ഹൈറ്റ് നോക്കാം. ക്യാപ്പ് ഹൈറ്റ് എനിക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് അളക്കേണ്ടത് കേട്ടോ. 3.25 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് അളന്നു. എന്നിട്ട് ആ 3.25 താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാനത് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് 3.25 അളന്ന് വെച്ചു. ഇനി അടുത്ത അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആം ഹോൾ റൗണ്ടിൻ്റെ 18 അതിൻ്റെ പകുതി. കഴിഞ്ഞ മെഷർമെൻറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 9.
ആ 9 ഇഞ്ച് നമ്മൾ എടുക്കുക ടേപ്പിൽ. ആ 9 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ദേ ഈ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. ദേ ഇതുപോലെ നമ്മളൊന്ന് എടുക്കുക. 9 വരുന്ന ആ ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. പ്രൊഫഷണൽ മെത്തേഡുകളുണ്ട്, പക്ഷേ ഞാനിത് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ തരത്തിലുള്ള ഒരു മെത്തേഡാണ് ചെയ്യണത്. കാരണം അത് ഈ ഒരു ഭാഗത്ത് നിന്ന് 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ദേ അപ്പോൾ ദേ ഇതുപോലെ 9 ഇഞ്ച് ദേ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി ഒരു ചെരിഞ്ഞ വര വരച്ചു കേട്ടോ. എന്നിട്ട് ഈ ചെരിഞ്ഞ വര വരച്ചിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. 9ൻ്റെ പകുതി നമ്മളൊന്ന് അളന്നു കൊടുക്കുക. മനസ്സിലായല്ലോ? ദേ ഇതുപോലെ ഒന്ന് അളന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു പകുതിയിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മുന്നോട്ട് തള്ളി വരയ്ക്കണം കേട്ടോ. നമ്മൾ ദേ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. മുന്നോട്ട് തള്ളി വരച്ചു. എന്നിട്ട് നമ്മൾ ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങളധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ മെത്തേഡ്, പക്ഷേ ഇങ്ങനെ ചെയ്താലും കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ കുർത്തി ഞാൻ ഇട്ടത് കണ്ടില്ലേ? എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടെയും ഒരു ഇതും വ്യത്യാസം വന്നിട്ടില്ല. ദേ എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ചാണല്ലോ നമ്മുടെ കുർത്തിക്ക് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് തന്നെ നമ്മൾ ദേ ഈ ഒരു ഭാഗത്ത് കണ്ട, നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ വീഡിയോയിൽ, ആ ഭാഗത്ത് നോക്കുക. അവിടെ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ട, 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കുക. എന്നിട്ട് കൊടുത്തു വയ്ക്കുക. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ വരച്ചെടുത്തു. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ നോക്കണം. ഈ ഒരു ഭാഗത്താണ് സ്ലീവിൻ്റെ ഓപ്പൺ, നമ്മുടെ കൈ കടത്തുന്ന ഭാഗമല്ലേ ആ ഒരു ഭാഗം. അപ്പോൾ എനിക്ക് അവിടെ 12 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പകുതി 6 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അളവ് ആ അളവ് എടുക്കുക, അവിടുത്തെ കൈയിൻ്റെ വണ്ണം എടുക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ അതായത് ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ 6 ഇഞ്ച് അടയാളപ്പെടുത്താണ് കേട്ടോ. ആ പകുതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഞാൻ പകുതി അടയാളപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ അടയാളപ്പെടുത്തി നമ്മളൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തു. നേരത്തെ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തന്നെ ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ അതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. നമ്മുടെ തയ്യൽ തുമ്പാണ് ആ ഭാഗം. മനസ്സിലായോ? തയ്യൽ തുമ്പ് വരച്ചു കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ ആ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കട്ട് ചെയ്തെടുക്കണതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ചതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതൽ അളവുകൾ പറയല്ല. അളവുകൾ പറഞ്ഞ ഇത് എൻ്റെ സ്ലീവ് കട്ടിങ്ങിൻ്റെ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഒരു മാർഗ്ഗത്തിൽ ഞാൻ അതുപോലെ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഇനി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആം ഹോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ വേറെ ഉണ്ട്. അപ്പോൾ അതിൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവ് ഒന്ന് നമുക്ക് കുഴിച്ചു വെട്ടണം. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ചു വെട്ടാൻ വേണ്ടി നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. നമ്മുടെ തുണിയുടെ നല്ല പുറങ്ങൾ, രണ്ട് സ്ലീവിൻ്റെയും നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചീത്തപ്പുറം വെച്ചിട്ട് നമ്മളിത് ആ നേരത്തെ ചെരിച്ച് വരച്ചു കൊടുത്തില്ലേ, ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ആ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ചിലവർക്ക് സ്ലീവിനെ പറ്റി സംശയങ്ങൾ ചോദിക്കാറുണ്ട് എന്നോട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഇങ്ങനെയെങ്കിലും കാണിച്ചത്. ഇനി നമ്മളിത് ഇതുപോലൊരു പീസ് തുണി എടുക്കുക കേട്ടോ. ഈ ഒരു പീസ് തുണി എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്ക് വെക്കാനാണ്. അപ്പോൾ ഇതുപോലൊരു പീസ് രണ്ടായിട്ട് ഇതുപോലെ മടക്കണം. നെക്കിന് ഞാൻ പറഞ്ഞല്ലോ തുണി വെച്ചിട്ടാണ് ചെയ്യണേ. നെക്കിൻ്റെ വൈഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്യാൻവാസ് അല്ല വെക്കണേന്ന്. അപ്പോൾ ഞാൻ നെക്കിൻ്റെ വൈഡ് എടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ് വെക്കണത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു തുണിക്ക് ഒരു 5 ഇഞ്ച് വീതി, ഞാൻ 4 ഇഞ്ചാണല്ലോ, 1 ഇഞ്ച് കൂടുതൽ വീതി നമുക്ക് ഇതിനുണ്ടാവണം. ഇങ്ങനെ മടക്കുമ്പോൾ ആ രീതിയിൽ 5 ഇഞ്ച് കിട്ടണം കേട്ടോ. അങ്ങനെ ഒരു തുണി. പിന്നെ അതുപോലെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ വെക്കണം ആ ലെങ്ത്തിനനുസരിച്ച് വേണം. അപ്പോൾ ഞാൻ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ തുണി രണ്ടായിട്ട് മടക്കി വെച്ചു കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെയാണ് വെക്കുന്നത്. ഒരേപോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ 3.5 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത്. 4 ഇഞ്ച് വേണം, പക്ഷേ 3.5 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ തുണികൾ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ. ക്യാൻവാസിലാണെങ്കിൽ മാത്രം കറക്റ്റ് നമുക്ക് എടുക്കാം. ഇതിൽ 3.5 ഇഞ്ച് നമ്മൾ എടുക്കാം കേട്ടോ. നമുക്ക് 4 വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാക്ക് പാർട്ടാണ് ആദ്യം കാണിക്കുന്നത്. ഒരെണ്ണം കാണിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ബാക്ക് പാർട്ട് ഞാൻ ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ഇതെടുത്തു. അതിൻ്റെ അടിയിലേക്ക് ആ തുണി അതേപോലെ തന്നെ ഫോൾഡഡ് സൈഡ്, ഇതിൻ്റെ ഫോൾഡഡ് സൈഡും അതിൻ്റെ ഫോൾഡഡ് സൈഡും ഒരേപോലെ വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ഇതുപോലെ രണ്ടും ഒരുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ നെക്ക് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട് നമ്മളിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കാം.
അതിനുശേഷം നമ്മൾ എടുക്കുന്ന അളവ് ഞാൻ പറഞ്ഞു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം 4 ഇഞ്ച് കിട്ടും കേട്ടോ നമ്മൾ തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് എടുത്തു, വൈഡ് എടുത്തു നെക്കിൻ്റെ. ഇനി അതിന് ശേഷം ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ അളന്ന് വെച്ച കുർത്തിയിൽ നിന്ന് എടുത്ത് വെച്ചത് 5 ഇഞ്ചാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. ഫ്രണ്ട് ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്ത്തായി പോവും. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ 5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്ത് റൗണ്ട് തന്നെയാണ് ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ. റൗണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ റൗണ്ട് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയറൊക്കെ ചെയ്ത് പഠിക്കുക, അതിന് ശേഷം റൗണ്ടും ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് നമ്മൾ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ നെക്കിലേക്ക് വെച്ച് കൊടുക്കാനാണ് പോണത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുള്ളതൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഇതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ദേ ഇതുപോലെ അടയാളപ്പെടുത്തി നമ്മൾ ചുറ്റും അടയാളപ്പെടുത്തി കൊടുക്കുക, നമുക്ക് ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മൊത്തമായിട്ടൊന്ന് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ആദ്യം ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ക്യാൻവാസിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ കർവ് ഷേപ്പൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം, പക്ഷെ നമ്മളത് ചെയ്ത് പഠിച്ചു വന്നാൽ നമുക്ക് ഏത് മോഡലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെരിഞ്ഞത് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പഠിക്കാൻ നോക്കുക. പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഷേപ്പും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടും ഇതുപോലെ ചെയ്യുക, ഞാനത് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം കട്ടിങ് കഴിഞ്ഞ് ഞാനത് മടക്കി വയ്ക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ വീഡിയോ 3 പാർട്ടായിട്ട് കാണിക്കുന്നത് നന്നായിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ചിലവർക്ക് അറിയാത്തവർക്ക് അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ.